ഇന്ന് ഞങ്ങൾ രണ്ടുപേരും അമ്മക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ചെറുതല്ല, ഇച്ചിരി വലുതാണ്. വലുതാണ്. ഞങ്ങളിപ്പോ നിക്കുന്ന കല്യാൺ ജ്വല്ലേഴ്സിലാണ്. നമുക്കൊരു മൂക്കുത്തി വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് കൊടുക്ക. അറിഞ്ഞിട്ടില്ല ആള്. എക്സ്പ്രഷൻ എങ്ങനെ നോക്കാല്ലേ എന്നുവെച്ചാൽ കുറച്ച് നാളായിട്ട് ഓമിന്റെ മൂക്കുത്തി വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് ഇവിടെ വന്നതാ. അപ്പൊ ഒരെണ്ണം കണ്ടപ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോന്ന് അറിയത്തില്ല. ആദ്യം എനിക്കാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളത് കാണിക്കും. എനിക്കും ഞാൻ അനിയത്തിക്കും 2 സെക്കൻഡ് സ്റ്റഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ നമ്മൾ പറയത്തുള്ളു. സർപ്രൈസ് ആവോന്ന് അറിയത്തില്ല. കൊടുത്തു നോക്കാം. പക്ഷെ നല്ല മഴ. ഈ മഴ മാറിയിട്ട് പോകാൻ പറ്റത്തുള്ളു. മഴ മാറിയിട്ട് പോവാം. കുറച്ച് മഴ നനഞ്ഞു പോണ്ടി വരും. പക്ഷെ പോവാ. എനിക്ക് ചെന്നിട്ട് രാത്രി 10 മണിക്ക് ട്രെയിൻ ഉണ്ട്. എനിക്ക് പഴനി പോകണം. ഇതെല്ലാം കൊടുത്തിട്ട് വേണം പോവാൻ. കുറച്ച് മഴയുള്ളതെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ അതിന്റെ വാതിക്കേന്ന് ഇറങ്ങിയതാ. നല്ലപോലെ നനഞ്ഞു. ഇവൻ കോട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് നനഞ്ഞില്ല. മഴയത്തെങ്കിലും ആ കണ്ണാടി ഒന്ന് ഊരി വെക്കൂ. ഞാൻ നല്ലപോലെ നനഞ്ഞ്. എന്റെ ജീൻസ് ഒക്കെ നനഞ്ഞ്. മെയിൻ ആയിട്ട് നനവ് കൊണ്ട് ഇറങ്ങിയത് എന്താന്ന് വെച്ചാൽ എനിക്ക് 10 മണിക്കാണ് ട്രെയിൻ. ഇനി ചെന്നിട്ട് കുളിച്ച് 9:30 എങ്കിലും ആകുമ്പോ അവിടെ ചെല്ലണം. ട്രെയിൻ പോയി എന്നെ വീട്ടുകാർ കൊല്ലും. ഇന്നൊരു പുതുമയുണ്ട്. ഞങ്ങള് അതല്ല കോമഡിയെ, ഞങ്ങളുണ്ടല്ലോ രണ്ടുപേരും കൂടെ കല്യാണി കയറി ചെന്ന്. അപ്പൊ അവര് ഞങ്ങളോട് ചോദിച്ചു എന്താ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മോതിരം വാങ്ങാൻ വന്നേ. അവിടെ ചെന്ന് ഇരുന്നപ്പം എൻഗേജ്മെന്റ് റിംഗ് ആണോ നോക്കുന്നതെന്ന്. ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണോ? അല്ല, നോർമൽ റിംഗ് ആന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി ഞങ്ങളുടെ ചോദിച്ചു ഇൻസ്റ്റഗ്രാമിലുള്ളല്ലേ, അക്കൗണ്ട് ഒന്ന് കാണിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ അക്കൗണ്ട് കാണിച്ചു. അപ്പൊ എന്റെ ഇവന്റെ ആണല്ലോ കൂടുതലും കിടക്കുന്നത്. അപ്പൊ അവര് ചോദിക്കുക ഞങ്ങള് മാരീഡ് ആണോ. അങ്ങനെ കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. നല്ല മഴയാ നോക്ക്, മുടിഞ്ഞ മഴ. ഇനി ഇതെല്ലാം കൂടെ കൊണ്ടു കൊടുത്ത് എല്ലാരെയും സർപ്രൈസ് ചെയ്യണം. അമ്മേനെ സർപ്രൈസ് ചെയ്യണം, പൂജുവിനെ സർപ്രൈസ് ചെയ്യണം. എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഇല്ല, പറയത്തില്ല. ദാറ്റ്സ് ഇറ്റ്. പിന്നെ മഴ മാറി കൊണ്ടു കൊടുക്കാം. നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെയാന്ന് നോക്കാം. 2 ദിവസത്തേക്ക് കാണത്തില്ല. സർപ്രൈസ് കൊടുക്കാൻ പോണത്. ഇവനങ്ങനെ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. നോക്കാം എന്താവുമെന്ന്. അല്ലാണ്ട് ഡിസ്കൗണ്ട് തന്നു. എന്തോ നോക്കിയേ, വലിച്ചു പോകും. അല്ല, അത് പൂജുവിന്റെ. അത് പൂജുവിന്റെ മുക്കുത്തിയായിട്ട് ഇടാം. അതേതാന്ന് അറിയത്തില്ല. അതെന്തുവാ? അതെന്ത് ഓമ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാ. ഒരെണ്ണം കൂടെ ഉണ്ട് അതിനകത്ത്. അതിന്റെ ഞാൻ ഡയമണ്ട് മേടിച്ചു. സത്യമായിട്ട് അത് വിശ്വസിക്കാത്ത സത്യമായിട്ട് അമ്മയ്ക്ക് മേടിച്ചയാ. പറ്റിച്ചല്ല, അമ്മയ്ക്ക് മേടിച്ചയാ. അത് ഇട്ട് നോക്ക്, ഇട്ട് നോക്ക്. പറ്റിച്ചല്ല കേട്ടാ. ഇതെന്റെ കുഞ്ഞിന് തന്ന കാർഡാണ്. ഡയമണ്ട് കാർഡ്. ഡയമണ്ട് കാർഡ് തന്നെ. ഇത് എപ്പോ കൊടുത്താലും ആ വില കിട്ടും. അതുകൊണ്ട് ഈ കാർഡ് അതിട്ട് നോക്കിയേ. ഇട്ട് നോക്ക്. അമ്മയ്ക്ക് മേടിച്ചതാ. അതിൽ നിങ്ങൾ ഓമ് മേടിച്ചത്. അയ്യോ, വീഡിയോ അവിടെ വെട്ടമുണ്ട്, അവിടെ വെട്ടമുണ്ട്. ഇവിടെ വാ. അയ്യോ, നല്ല കോലത്തില.
ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നേനല്ലേ. പ്രാങ്ക് ആണെന്ന് ഓർത്തങ്ങാണ്ടിരിക്കുക. പ്രാങ്ക് അല്ല, ഇറ്റ്സ് ട്രൂ. അമ്മയ്ക്ക് വാങ്ങിച്ചതാ. ഊരണ്ടേ? നല്ല രസമുണ്ട്. ആന മുക്കായതുകൊണ്ട് കറക്റ്റ്. ഇഷ്ടപ്പെട്ടാ? ഇത് ഓമ്പോ തിരിച്ചിട്ടിരിക്കുന്നത്. ഓമായിട്ടാണ്. ആ ഇപ്പൊ ഓമായി. പൊങ്ങി നിൽക്കുന്ന ഓമായതുകൊണ്ട് നന്നായിട്ട് അറിയുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാ? പ്രാങ്കാന്ന് പറയല്ലേ? ആൾക്ക് ഇതുവരെ വിശ്വസിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോ നേരെ പിടിക്കടാ. ഇപ്പൊ ഉരി വാങ്ങിക്കുമ്പോ വിചാരിച്ചിരിക്കുക. വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ്. വിശ്വസിച്ചിട്ടില്ല ഇതുവരെ. നല്ല ഭംഗിയുണ്ടല്ലേ? കൊള്ളാത്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്ന് ഇന്ന് ജിമ്മിപ്പം കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പം 11 മണിയായി. ജിമ്മിൽ പോയത് 9 മണിയായിട്ട്. ഇപ്പൊ 11 മണിയായി. സർപ്രൈസൊക്കെ കൊടുത്ത് ആദ്യം ആള് വിശ്വസിച്ചൊന്നുമില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് വിശ്വസിച്ചത്. അപ്പം നേരെ വീട്ടിലോട്ട് പോകണം, ഫുഡ് അടിക്കണം. നല്ലൊരു താമസിച്ചു, നല്ല ക്ഷീണമുണ്ട്. ഓക്കെ ബൈ.